Hello everyone. In this part, we are going to see rest of the module 1, that is financial market instruments and global financial market instrument. Actually, ഇത് രണ്ടും കുറച്ച് overlapping ആണ്. Anyway, let's see it. First one is financial market instruments. Financial market instruments ന്റെ ഒരു summary ആണ് ഈ കൊടുത്തിരിക്കുന്ന ചാർട്ട്. Financial market instruments can be classified under three heads: money market instruments, capital market instruments, and derivative market instruments. We have already seen money market instruments, I think, in our last semesters. Still, we'll see an overview of it. Money market instruments. What are the important money market instruments? Money market instruments are of several types. We'll discuss 5 or 6 of them. First kind of money market instrument is treasury bill. Money market instruments are basically short-term instruments. Money market instruments എന്ന് പറയുന്നത്. Okay. So money market instrumental വരുന്ന ആദ്യത്തെയാണ് ഷോർട്ട് ടേം ബിൽ. ട്രഷറി ബിൽ. ട്രഷറി ബിൽ എന്ന് പറഞ്ഞാൽ these are short term promissory note issued by government issued by RBI on behalf of government of India. ഇപ്പൊ ഗവൺമെന്റിന് പൈസ വേണം എന്ന് തോന്നുന്ന സമയത്ത് RBI ഗവൺമെന്റിന് വേണ്ടി ഇഷ്യൂ ചെയ്യുന്ന ഒരു പ്രോമിസറി നോട്ട്. ഒരു പ്രോമിസറി നോട്ട് എന്ന് പറഞ്ഞാൽ പ്രോമിസ് ടു പേ സംതിങ്. ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് ട്രഷറി ബില്ല് വാങ്ങാം. അപ്പൊ ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് പൈസ കൊടുത്തായിരിക്കുമല്ലോ നമ്മൾ ട്രഷറി ബില്ല് വാങ്ങുന്നത്. അപ്പൊ അതിന്റെ അകത്ത് ആ പ്രോമിസറി നോട്ട് പോലെ ട്രഷറി ബില്ലിന്റെ അകത്ത് എഴുതും, ഇന്ന ആൾക്ക് ഇന്ന ദിവസം ഇത്ര എമൗണ്ട് തിരിച്ചു കൊടുക്കും, അല്ലെങ്കിൽ ഇന്ന ആള് ഇത്ര ദിവസത്തേക്ക് ഇത്ര എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്, ഇതിന് ഇത്ര പെർസെന്റേജ് ഓഫ് ഇൻട്രസ്റ്റ് കൊടുക്കും, ഇത്ര ദിവസം കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കും. അങ്ങനെ നിങ്ങൾ കൊടുത്ത പൈസ, ഗവൺമെന്റിന് കൊടുത്ത പൈസ വിത്ത് ഇൻട്രസ്റ്റ് ഇത്ര ദിവസം കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കും എന്നുള്ള പ്രോമിസ് കണ്ടെയ്ൻ ചെയ്യുന്ന നോട്ടാണ് എന്ത്? ട്രഷറി ബിൽ എന്ന് പറയുന്നത്. സോ ഇത് യൂഷ്വലി 91 days, 182 days അല്ലെങ്കിൽ 364 ഡേയ്സിലാണ് ആണ് ഇഷ്യൂ ചെയ്യുന്നത്. അതായത് ലെസ് ദാൻ 1 ഇയറിലേക്കാണ് ടി ബിൽസ് ഇഷ്യൂ ചെയ്യുന്നത്. യൂഷ്വലി ഡിസ്കൗണ്ടിലാണ് ഇഷ്യൂ ചെയ്യുന്നത്. അതായത് 100 രൂപയുടെ ഒരു ട്രഷറി ബില്ല് എത്ര രൂപയ്ക്ക് ഇഷ്യൂ ചെയ്യും? 80 രൂപയ്ക്ക് ഇഷ്യൂ ചെയ്തിട്ട് അത് നമ്മൾ തിരിച്ചു കൊടുക്കുമ്പോൾ ഗവൺമെന്റ് നമുക്ക് തിരിച്ചു തരുമ്പം അതിന് 100 രൂപ ഗവൺമെന്റ് അടയ്ക്കും. ഈ വരുന്ന ഡിഫറൻസ് ആണ് നമ്മുടെ എന്തായിട്ട് വരുന്നത്? ഒരു റിട്ടേൺ ആയിട്ട് വരുന്നത്. സോ ദിസ് ഇസ് ട്രഷറി ബിൽ. നെക്സ്റ്റ് വൺ ഇസ് കമേഴ്ഷ്യൽ പേപ്പർ. കമേഴ്ഷ്യൽ പേപ്പർ ഇതൊക്കെ പറഞ്ഞാൽ ഈ പൈസ ആവശ്യം വേണ്ട സമയത്ത് ലാർജ് ക്രെഡിറ്റ് വർത്തി കമ്പനീസ് എന്ത് ചെയ്യും? അവർക്ക് ഷോർട്ട് ടേമിലേക്ക് പൈസ വേണ്ട സമയത്ത് കമ്പനീസ് ഇഷ്യൂ ചെയ്യുന്നതാണ് കമേഴ്ഷ്യൽ പേപ്പർ. ഓക്കെ. ഇതിന്റെ ഒരു പെക്യുലാരിറ്റി എന്ന് പറഞ്ഞാൽ അൺസെക്യൂർഡ് ആണ്. സെക്യൂർഡ് അല്ല, അൺസെക്യൂർഡ് ആണ്. ഷോർട്ട് ടേമിലേക്ക് ഇഷ്യൂ ചെയ്യുന്നതാണ്. അത് ട്രഷറി ബില്ല് പറഞ്ഞ പോലെ തന്നെ ഡിസ്കൗണ്ട് ഇഷ്യൂ ചെയ്തിട്ട് പാറിൽ റിഡീം ചെയ്യും. 100 രൂപയുടെ സാധനം 80 രൂപയ്ക്ക് ഇഷ്യൂ ചെയ്തിട്ട് 100 രൂപയ്ക്ക് അത് തിരിച്ചു കൊടുക്കും. ഓക്കെ. ഇത് ബാങ്ക് ബോറോയിങ്ങിന്റെ ഒരു ഓൾട്ടർനേറ്റീവ് ആണ്. അതായത് ഷോർട്ട് ടേം വർക്കിംഗ് ക്യാപിറ്റൽ നീഡ്സ് വേണ്ട സമയത്ത് കമ്പനി എന്ത് ചെയ്യുന്നു? നമ്മുടെ അടുത്ത് നിന്നൊക്കെ വാങ്ങിക്കുന്ന ഒരു ലാർജ് ക്രെഡിറ്റ് വർത്തി കമ്പനീസ് ആണ് ഇത് ഇഷ്യൂ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ കുറച്ച് ട്രസ്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ. നെക്സ്റ്റ് ഇസ് കോൾ മണി. കോൾ മണി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ബൈ കമേഴ്ഷ്യൽ ബാങ്ക്സ് ടു ബോറോ ഫ്രം ഈച്ച് അതർ ടു മെയിൻറ്റെയിൻ ലിക്വിഡിറ്റി. ഷോർട്ട് ടേമിലേക്ക് വേണ്ടിയിട്ട് ഒരു ബാങ്ക് അടുത്ത ബാങ്കിന്റെ കയ്യിൽ നിന്ന് വാങ്ങുന്നതാണ് എന്ത്? കോൾ മണി ഓർ മണി അറ്റ് കോൾ ഓർ മണി അറ്റ് ഷോർട്ട് നോട്ടീസ്. അത് യൂഷ്വലി 1 to 14 ഡേയ്സിലേക്കാണ് അത് വാങ്ങുന്നത്. മണി ലെൻഡ് ഫോർ 1 day നമ്മൾ വിളിക്കുന്നത് കോൾ മണി എന്നും, ആൻഡ് മണി ലെൻഡ് ഫോർ മോർ ദൻ 1 day ബട്ട് ലെസ് ദാൻ 15 days നമ്മൾ വിളിക്കുന്ന പേര് നോട്ടീസ് മണി. അപ്പൊ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം 1 to 14 ഡേയ്സിലേക്ക് ഇഷ്യൂ ചെയ്യുന്നതാണ് കോൾ മണി. ഷോർട്ട് ടേം ഫിനാൻസ് ആണ്. പിന്നെ ഇതിന് ഇൻട്രസ്റ്റ് റേറ്റ് കൊടുക്കും. ആ ഇൻട്രസ്റ്റ് റേറ്റ് കൊടുക്കുന്നതിന്റെ പേരാണ് കോൾ റേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ബാങ്കിന് ഷോർട്ട് ടേം ലിക്വിഡിറ്റി, അതായത് പെട്ടെന്ന് പൈസക്ക് ഷോർട്ട് ടേമിലേക്ക് ആവശ്യമുണ്ടെങ്കിൽ മറ്റൊരു ബാങ്കിന്റെ കയ്യിൽ നിന്ന് വാങ്ങാൻ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റിന്റെ പേരാണ് എന്ത്? കോൾ മണി. നെക്സ്റ്റ് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്. സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ CDs എന്ന് പറഞ്ഞാൽ ദീസ് ആർ ഇഷ്യൂഡ് ബൈ കമേഴ്ഷ്യൽ ബാങ്ക്സ് ഓർ ഫൈനാൻഷ്യൽ ഡെവലപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ടു ഇൻഡിവിജ്വൽസ് ഓർ കോർപ്പറേഷൻസ്. അതായത് നമ്മൾ സാധാരണ ഡെപ്പോസിറ്റ് ഇടുമല്ലോ ബാങ്കിൽ, അതുപോലെ തന്നെ നമ്മൾ ബാങ്കിൽ ഇടുന്ന പൈസ ഇടുന്നതിനാണ് നമ്മൾ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. അതിന്റെ പെക്യുലാരിറ്റി എന്ന് പറഞ്ഞാൽ അത് അൺസെക്യൂർഡ് ആണ്. അതൊരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആണ്. നമുക്ക് ഈസിലി ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും.
നമുക്ക് ബാങ്ക് ഡെപ്പോസിറ്റ് അത്ര ഈസിലി ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. ഇത് നെഗോഷ്യബിൾ ആയതുകൊണ്ട് തന്നെ ഈസിലി ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അത് ഷോർട്ട് ടേമിലേക്ക് ബാങ്ക് ഇഷ്യൂ ചെയ്യുന്നതാണ് എന്ത് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. അതായത് ബാങ്കിന് ഒരുപാട് പൈസ ഷോർട്ട് ടേമിലേക്ക് കളക്ട് ചെയ്യാൻ പറ്റിയ ഒരു ഇൻസ്ട്രുമെന്റ് ആണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്. നെക്സ്റ്റ് ഇസ് കമേഴ്ഷ്യൽ ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ബിൽ ഓഫ് എക്സ്ചേഞ്ച് നമുക്ക് അറിയാം, ഈ ഗുഡ്സ് വെൻ ഗുഡ്സ് ആർ സോൾഡ് ഓൺ ക്രെഡിറ്റ്, നമ്മൾ കടത്തിന് ഒരു സാധനം വിൽക്കുക എന്ന് വിചാരിക്കുക. അപ്പൊ സെല്ലർ എന്ത് ചെയ്തു, ബയ്യറിന്റെ പേരിൽ ഒരു ഗുഡ് വിറ്റു. സെല്ലർ സോൾഡ് എ ഗുഡ് ടു എ ബയ്യർ. പക്ഷെ സെല്ലറിന് പെട്ടെന്ന് തന്നെ പൈസ വേണം. ഈ ബയ്യർ എന്ത് ചെയ്തിട്ടില്ല, ബയ്യർ പൈസ അടച്ചിട്ടില്ല, ഇത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് തരാന്ന് പറയുന്നു. പക്ഷെ സെല്ലറിന് ഇന്ന് തന്നെ കാശ് വേണമെങ്കിൽ സെല്ലർ എന്ത് ചെയ്യും, സെല്ലർ ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച്, ഒരു ബില്ല് ബാങ്കിൽ പോയിട്ട് എന്ത് ചെയ്യും, ഒരു ബില്ല് ഇഷ്യൂ ചെയ്യും. ബാങ്ക് എന്ത് ചെയ്യും, സെല്ലർക്ക് പൈസ കൊടുക്കും. ഇപ്പൊ 1,00,000 രൂപയാണെങ്കിൽ 1,00,000 രൂപ മൊത്തം കൊടുക്കില്ല, അതിന് പകരം കുറച്ച് എമൗണ്ട് കുറച്ചിട്ട് ഒരു 80,000 90,000 എന്ത് ചെയ്യും, സെല്ലർക്ക് കൊടുക്കും. എന്നിട്ട് സെല്ലർ എന്ത് ചെയ്യും, ബയ്യറിന്റെ അടുത്ത് പറയും, നിങ്ങൾ എനിക്ക് പൈസ തരണ്ട, പക്ഷെ ബാങ്കിന് പൈസ കൊടുത്താൽ മതി പറയും. എന്നിട്ട് ബയ്യർ ആർക്ക് പൈസ കൊടുക്കണം, ബാങ്കിന് പൈസ കൊടുക്കണം. പക്ഷെ ബയ്യർ ബാങ്കിന് പൈസ കൊടുക്കുമ്പോൾ അവിടെ 80,000 90,000 കൊടുത്താൽ പോരെ, എത്രയാണോ എമൗണ്ട്, ഒറിജിനൽ എമൗണ്ട് ആയ 1 lakh തന്നെ ബയ്യർ എന്ത് ചെയ്യണം, ബാങ്കിലേക്ക് തിരിച്ചു കൊടുക്കണം. That is when goods are sold on credit, the seller draws a bill of exchange on the buyer who accepts it. അതായത് ബയ്യറിന്റെ പേരിൽ ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് ബാങ്ക് ഡ്രോ ചെയ്യും. അതായത് ബയ്യറിന്റെ അടുത്ത് പറയും, നിങ്ങൾ എനിക്ക് പൈസ തരണ്ട, ബാങ്കിന് പൈസ കൊടുത്താൽ മതി എന്ന് പറയും. സോ ഈ സെല്ലർ ബാങ്കിന്റെ അടുത്ത് വന്ന് പൈസ ചോദിക്കുന്ന സമയത്ത് ബാങ്ക് എന്ത് ചെയ്യും, ബാങ്ക് ഒരു ഡിസ്കൗണ്ടിനാണ് കൊടുക്കുന്നത്. ഫുൾ എമൗണ്ട് കൊടുത്തില്ല, അതാണ് ബാങ്കിന്റെ പ്രോഫിറ്റ് അല്ലെങ്കിൽ റിട്ടേൺ ആയി വരുന്നത്. ഒരു എമൗണ്ട് കുറച്ചിട്ട് കൊടുക്കും. അതായത് ബില്ലിന്റെ മെച്യൂരിറ്റിയുടെ മുന്നേ കുറച്ച് എമൗണ്ട് കുറച്ചിട്ട് ബാങ്ക് എന്ത് ചെയ്യും, സെല്ലർക്ക് കൊടുക്കും. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, കമേഴ്ഷ്യൽ ബില്ല് എന്ന്. ഇത് ഷോർട്ട് ടേമിലേക്ക് ഒരു കമ്പനിക്ക്, ഒരു സെല്ലർക്ക് പൈസ വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്ന ഇൻസ്ട്രുമെന്റ് ആണ് കമേഴ്ഷ്യൽ ബില്ല് എന്ന് പറയുന്നത്. ബാങ്ക്സ് ഒക്കെ യൂഷ്വലി അത് പ്രൊവൈഡ് ചെയ്യും. നെക്സ്റ്റ് ഇസ് റിപ്പോ. റിപ്പോ എന്ന് പറഞ്ഞാൽ റീപർച്ചേസ് എഗ്രിമെന്റ്. ഷോർട്ട് ടേമിലേക്ക് ബോറോ ചെയ്യാനും ലെൻഡ് ചെയ്യാനും യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് റിപ്പോ. റിപ്പോയില് വൺ പാർട്ടി സെൽസ് സെക്യൂരിറ്റി ടു അനദർ പാർട്ടി വിച്ച് ആൻ എഗ്രിമെന്റ് ടു റീപർച്ചേസ് ദ സെയിം അറ്റ് എ സ്പെസിഫിക് ഡേറ്റ് അറ്റ് എ സ്പെസിഫിക് ടൈം. ഒരു പാർട്ടി എന്ത് ചെയ്യും, ഒരു പാർട്ടി സെക്യൂരിറ്റി സെല്ല് ചെയ്യും. സെക്യൂരിറ്റി വിറ്റിട്ട് എന്ത് വാങ്ങും, ഇപ്പൊ എ എന്ന് പറഞ്ഞ പാർട്ടി ഉണ്ട്, ബി എന്ന് പറയുന്ന പാർട്ടി ഉണ്ട്. എ എന്ത് ചെയ്യും, എ എന്റെ സെക്യൂരിറ്റി ബിന് കൊടുക്കും. എന്നിട്ട് ബി എന്ത് ചെയ്യും, ബി താൽക്കാലികമായിട്ട് പൈസ ആർക്ക് കൊടുക്കും, മണി റുപ്പീസ് ആർക്ക് കൊടുക്കും, ബി എക്ക് കൊടുക്കും. ഓക്കെ. പക്ഷെ ഈ എ ബിക്ക് നമുക്ക് സെല് ചെയ്യുന്ന സമയത്ത് ഒരു എഗ്രിമെന്റ് ഉണ്ടാവും, ഞാൻ ഈ സെക്യൂരിറ്റി താൽക്കാലികമായി നിങ്ങൾക്ക് തരുന്നു, പക്ഷെ കുറച്ചു കാലം കഴിഞ്ഞിട്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞാൻ അത് എന്ത് ചെയ്യാം, തിരിച്ചു വാങ്ങാം എന്ന് പറയും. ആ എഗ്രിമെന്റോട് കൂടി ഒരു സെക്യൂരിറ്റി വിൽക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, റിപ്പോ എന്ന് പറയുന്നത്. ദ പാർട്ടി സെല്ലിംഗ് സെക്യൂരിറ്റി ഈസ് നോൺ ആസ് ബോറോവർ ഓർ റിപ്പോ സെല്ലർ. അതായത് ഇയാൾ സെക്യൂരിറ്റി വിറ്റിട്ട്, സെക്യൂരിറ്റി ഇയാൾക്ക് കൊടുത്തിട്ട് എന്ത് വാങ്ങുന്നു, കാശ് വാങ്ങുന്നു. അതുകൊണ്ട് തന്നെ അയാളെ ബോറോവർ എന്ന് പറയുന്നു. പാർട്ടി ബൈങ് സെക്യൂരിറ്റി ഈസ് കോൾഡ് ലെൻഡർ. ഇയാൾ സെക്യൂരിറ്റി വാങ്ങിയിട്ട് എന്ത് ചെയ്യുന്നു, പൈസ ഇയാൾക്ക് കൊടുക്കുന്നു. അതുകൊണ്ട് തന്നെ അയാളെ ലെൻഡർ എന്ന് പറയുന്നു. ദ ഡിഫറൻസ് ബിറ്റ്വീൻ സെയിൽസ് പ്രൈസ് ആൻഡ് പ്രീ പർച്ചേസ് പ്രൈസ് റെപ്രസെന്റ്സ് ദ ഇൻട്രസ്റ്റ് ഏൺ ബൈ സെല്ലർ. അതായത് എ എന്ത് ചെയ്യുന്നു, ബിയുടെ അടുത്ത് സെക്യൂരിറ്റി സെല് ചെയ്യുന്നു, അയാളുടെ അടുത്ത് പറയുന്നു, ഞാൻ കുറച്ചു കാലം കഴിഞ്ഞിട്ട് ഇത് ഇന്ന ദിവസം ഇയാളുടെ അടുത്ത് ഇത് തിരിച്ച് വാങ്ങാമെന്ന് പറയുന്നു. അപ്പൊ ബി ഓക്കെ എന്ന് പറഞ്ഞിട്ട് ആ സെക്യൂരിറ്റിയുടെ പൈസ ആർക്ക് കൊടുക്കുന്നു, എക്ക് കൊടുക്കുന്നു. ഓക്കെ. പക്ഷെ തിരിച്ച് ഇയാള് ഈ പൈസ എന്ത് ചെയ്യുന്നു, ബി ഇയാളുടെ അടുത്തുനിന്ന് ഈ സാധനം വാങ്ങുന്ന സമയത്ത് അതിന്റെ ഒറിജിനൽ പ്രൈസ് അല്ല കൊടുക്കുക, കുറച്ച് എമൗണ്ട് കൂട്ടിയിട്ടോ കുറച്ചിട്ടോ കൊടുക്കും. അപ്പൊ ആ ഡിഫറൻസ് ബിറ്റ്വീൻ സെല്ലിംഗ് പ്രൈസ് ആൻഡ് റീപർച്ചേസ് പ്രൈസിനെ നമ്മൾ എന്ത് വിളിക്കുന്നു, അതിന്റെ ഇയാളുടെ റിട്ടേൺ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഏൺ ബൈ ലെൻഡർ എന്ന് പറയുന്നു. ഓക്കെ. യൂഷ്വലി റിപ്പോ റെഗുലേറ്റ് ചെയ്യുന്നത് സെൻട്രൽ ബാങ്ക് ആണ്. ആൻഡ് റിപ്പോന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് റിവേഴ്സ് റിപ്പോ എഗ്രിമെന്റ് എന്ന് പറയുന്നത്. നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ഓക്കെ. സോ ദിസ് ഇസ് all about the basic money market instruments that we have written here.
വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ്. ഇതിന്റെ ഒരു സമ്മറിയാണ് തന്നിരിക്കുന്നത്. നെക്സ്റ്റ് ലെറ്റ് സി ദി ബേസിക് ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ്. As we all know, ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറഞ്ഞാൽ ലോങ് ടേമിലേക്ക് യൂസ് ചെയ്യുന്ന ഫണ്ട്സിനാണ് നമ്മൾ ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്നത്. ബേസിക് ആയിട്ടുള്ള ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സിൽ വരുന്നതാണ് ഇക്വിറ്റി ഷെയർ. ഇക്വിറ്റി ഷെയർസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഓണേഴ്സ് ഓഫ് ദ കമ്പനിയാണ്, അവർക്ക് വോട്ടിംഗ് റൈറ്റ്സ് ഉണ്ട്, അവരുടെ റിട്ടേൺ വിളിക്കുന്ന പേരാണ് ഡിവിഡൻഡ്. ഷെയർ ഹോൾഡേഴ്സിന്റെ അവരുടെ ഇക്വിറ്റി ഷെയർസിന്റെ ഡിവിഡൻഡ് ഓൾവേസ് ഫ്ലക്ച്വേറ്റിംഗ് ആണ്, ഒരു ഫിക്സഡ് പെർസെൻറ്റേജ് ഇല്ല. പിന്നെ അതുപോലെ തന്നെ മാനേജ്മെന്റിലെ കൺട്രോൾ അവർക്ക് ഉണ്ടാവും. സോ ഇൻ ഷോർട്ട്, ഇക്വിറ്റി ഷെയർസ് ആർ ദോസ് ഷെയർസ് ദാറ്റ് ഡു നോട്ട് ഹാവ് പ്രിഫറൻഷ്യൽ റൈറ്റ്സ്. പ്രിഫറൻസ് ഷെയർസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രിഫറൻഷ്യൽ റൈറ്റ്സ് ഉള്ള ഷെയർസിനെയാണ് നമ്മൾ പ്രിഫറൻഷ്യൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. രണ്ട് കാര്യത്തിലാണ് അവർക്ക് പ്രിഫറൻഷ്യൽ റൈറ്റ്സ് ഉള്ളത്. ഒന്ന് പേയ്മെന്റ് ഓഫ് ഡിവിഡൻഡ്, ഫിക്സഡ് എമൗണ്ട് ഓഫ് ഡിവിഡൻഡ് റിട്ടേൺ അവർക്ക് കിട്ടും. രണ്ടാമത്തത് റീപേയ്മെന്റ് ഓഫ് ക്യാപിറ്റൽ, അതായത് കമ്പനി കൂട്ടുന്ന സമയത്ത് അല്ലെങ്കിൽ ക്യാപിറ്റൽ തിരിച്ചു കൊടുക്കുന്ന സമയത്ത് ആദ്യം പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന്റെ പൈസ കൊടുത്തു കഴിഞ്ഞിട്ട് ആരുടെ പൈസ കൊടുക്കുള്ളൂ? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്റെ പൈസ കൊടുക്കുള്ളൂ. ഇതാണ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന്റെ റൈറ്റ്. അപ്പൊ ഈ റൈറ്റ് ഇല്ലാത്ത ആൾക്കാരാണ് ആര്? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. പക്ഷെ അവർക്ക് വോട്ടിംഗ് റൈറ്റും ഉണ്ട്, അവർ കമ്പനിയുടെ റിയൽ ഓണേഴ്സും ആണ്. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് വോട്ടിംഗ് റൈറ്റ്സ് ഇല്ല, അവർ കമ്പനിയുടെ ഓണേഴ്സും അല്ല, പക്ഷെ അവർക്ക് എന്തുണ്ട്? ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് ഉണ്ട്, ഫിക്സഡ് റിട്ടേൺ ഉണ്ട്, ഒരു ലോങ് ടേം സോഴ്സ് ഓഫ് ഫിനാൻസ് ആണ് കമ്പനിയുടെ. ഓക്കെ, ഇതിന്റെ മെയിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ്. ഇവിടെ പ്രിഫറൻഷ്യൽ റൈറ്റ്സ് ഉണ്ട്, ഇവിടെ പ്രിഫറൻഷ്യൽ റൈറ്റ്സ് ഇല്ല. ഇവിടെ അതുപോലെ തന്നെ ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് ആണ് ആർക്ക് കിട്ടുന്നത്? പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഫിക്സഡ് റേറ്റ് ഇല്ല. ക്യാപിറ്റൽ റീപേയ്മെന്റിന്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ആദ്യം ആർക്കാണ് കൊടുക്കുന്നത്? പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുത്തിട്ടേ ആർക്ക് കൊടുക്കുള്ളൂ? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുള്ളൂ. വോട്ടിംഗ് റൈറ്റ്സ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് മാത്രമേ ഉള്ളൂ. ആൻഡ് നമുക്ക് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഒരിക്കലും കൺവേർട്ട് ചെയ്ത് പ്രിഫറൻസ് ഷെയർസ് ആക്കാൻ പറ്റില്ല. പക്ഷെ നേരെ മറിച്ച് പ്രിഫറൻസ് ഷെയർസ് കൺവേർട്ട് ചെയ്ത് ഇക്വിറ്റി ഷെയർസ് ആക്കാം. ഇക്വിറ്റി ഷെയർസ് ബൈബാക്ക് ചെയ്യാൻ പറ്റും, പക്ഷെ പ്രിഫറൻസ് ഷെയർസ് തിരിച്ചു വാങ്ങിക്കാൻ പറ്റില്ല. പിന്നെ അതുപോലെ തന്നെ പല ടൈപ്പ് ഓഫ് പ്രിഫറൻസ് ഷെയർസ് ഉണ്ട്. അപ്പൊ ചില പ്രിഫറൻസ് ഷെയർസ് നമുക്ക് റെഡീം ചെയ്ത്, അതായത് തിരിച്ചു വിളിക്കാം, നമുക്ക് വേണ്ട സമയത്ത് തിരിച്ചു വിളിക്കാം. ഇക്വിറ്റി ഷെയർസ് റെഡീം ചെയ്യാൻ പറ്റില്ല. ജസ്റ്റ് സീ ദ ഡിഫറൻസ് ഓൾസോ. ഡിഫറൻസ് ഇസ് ഓൾസോ വെരി 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 ഇമ്പോർട്ടൻറ്റ്. സോ നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്യുന്നത് ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ് ആണ്. വി ഹാവ് സീൻ ഫസ്റ്റ് ഇൻസ്ട്രുമെന്റ് ഇക്വിറ്റി ഷെയർ, സെക്കൻഡ് ഇൻസ്ട്രുമെന്റ് പ്രിഫറൻസ് ഷെയർസ്, തേർഡ് ഇൻസ്ട്രുമെന്റ് ഇസ് ഡിബഞ്ചേഴ്സ് ഓർ ബോൺസ്. ഡിബഞ്ചേഴ്സിന് ബോൺസിന് മീനിങ് ഏകദേശം ഒരേപോലെയാണ് വരുന്നത്. ദീസ് ആർ ഡെറ്റ് ഇൻസ്ട്രുമെന്റ്സ് ഇഷ്യൂഡ് ഫോർ റേസിംഗ് ക്യാപിറ്റൽ. അതായത് ഒരു കമ്പനിക്ക് പൈസ ആവശ്യം വരുമ്പോൾ കമ്പനി എന്ത് ചെയ്യും? ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്തു എന്ന് പറഞ്ഞാൽ കമ്പനി കടപ്പത്രം കൊടുക്കുന്നു, ആൾക്കാരുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിക്കുന്നു എന്നാണ് അർത്ഥം. അവർക്ക് അപ്പൊ എന്ത് റിട്ടേൺ ആയി കൊടുക്കും? ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് അവർക്ക് റിട്ടേൺ ആയി കൊടുക്കുന്നത്. റിട്ടേൺ ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് ഓർ ബോണ്ട് ഹോൾഡേഴ്സ് ആർ നോൺ ആസ് ഇൻട്രസ്റ്റ്. അവർക്ക് ഫിക്സഡ് ടൈമിൽ ഇൻട്രസ്റ്റ് കൊടുക്കും. റിട്ടേൺ ടു ബോണ്ട് ഹോൾഡേഴ്സ് ഓർ ഡിബഞ്ചർ ഹോൾഡേഴ്സ് ആർ നോൺ ആസ് ഇൻട്രസ്റ്റ്. പിന്നെ ദേ ആർ ദ ക്രെഡിറ്റർഷിപ്പ് സെക്യൂരിറ്റി. അവർ കമ്പനിയുടെ ഓണേഴ്സ് അല്ല, അതുപോലെ തന്നെ അവർക്ക് ഫിക്സഡ് പീരീഡ് ഓഫ് മെച്യൂരിറ്റി ഉണ്ടാവും. അവർക്ക് കമ്പനിയുടെ മാനേജ്മെന്റിലൊന്നും എന്തില്ല, ഒരു തരത്തിലുള്ള അധികാരവും കാര്യങ്ങളും ഇല്ല. വി ഹാവ് ഓൾറെഡി സീൻ അതുപോലെ ഷെയർസും ഡിബഞ്ചേഴ്സും അവരുടെ ഡിഫറൻസും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഷെയർസ് എന്ന് പറഞ്ഞാൽ ഓൺഡ് ഫണ്ടാണ്, ഇത് ബോറോഡ് ഫണ്ടാണ്. അതായത് ഇത് ഓണർഷിപ്പും മറ്റേത് ക്രെഡിറ്റർഷിപ്പും. ഡിബഞ്ചർ ഹോൾഡ് ചെയ്യുന്നവരെ ഡിബഞ്ചർ ഹോൾഡേഴ്സ് എന്ന് പറയും, ഷെയർ ഹോൾഡ് ചെയ്യുന്നവരെ ഷെയർ ഹോൾഡേഴ്സ്. ഇവർ ഓണേഴ്സ് ആണ് ഷെയർ ഹോൾഡേഴ്സ്, ഡിബഞ്ചർ ഹോൾഡേഴ്സ് ക്രെഡിറ്റേഴ്സ് ആണ്. ഷെയർ ഹോൾഡേഴ്സിന്റെ റിട്ടേണിന് ഡിവിഡൻഡ്, ഡിബഞ്ചർ ഹോൾഡേഴ്സിന്റെ റിട്ടേണിന് ഇൻട്രസ്റ്റ് എന്ന് പറയും. പിന്നെ ഡിവിഡൻഡ് ഡിബഞ്ചർ ഹോൾഡേഴ്സിനാണ് എന്ത് ചെയ്യുന്നത്? ആദ്യം എപ്പോഴും തിരിച്ചു കൊടുക്കുന്നതും ഇൻട്രസ്റ്റ് കൊടുക്കുന്നതും ഡിബഞ്ചർ ഹോൾഡേഴ്സിനാണ്. അതിനുശേഷമേ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുള്ളൂ. പക്ഷെ ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഫ്ലക്ച്വേറ്റിംഗ് ആണ്. ഇവിടെ യൂഷ്വലി നമുക്ക് കമ്പനിക്ക് പ്രോഫിറ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഡിബഞ്ചർ ഹോൾഡേഴ്സിന് റിട്ടേൺ കൊടുക്കും. ഇവിടെ അങ്ങനെയല്ല. വോട്ടിംഗ് റൈറ്റ് ആർക്കാണുള്ളത്? ഈ ഷെയർ ഹോൾഡേഴ്സിനാണുള്ളത്. ഷെയർസ്, ഇക്വിറ്റി ഷെയർസ് ഒരിക്കലും നമുക്ക് ഡിബഞ്ചേഴ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല, പക്ഷെ ഡിബഞ്ചേഴ്സ് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ദീസ് ആർ ദ ബേസിക് ഡിഫറൻസ്. ഇതും നോക്കുക, വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ ടൈപ്സ് ഓഫ് ഡിബഞ്ചേഴ്സ്, ടൈപ്സ് ഓഫ് പ്രിഫറൻസ് ഷെയർസ് പോലെ തന്നെ
സെവറൽ ടൈപ്സ് ഓഫ് ഡിബഞ്ചേഴ്സ് ഉണ്ട്. റെഡീമബിൾ എന്ന് പറഞ്ഞാൽ തിരിച്ചടയ്ക്കാൻ പറ്റുന്നത്, ഇറഡീമബിൾ എന്ന് പറഞ്ഞാൽ തിരിച്ചടയ്ക്കാൻ പറ്റാത്തത്. കൺവേർട്ടബിൾ എന്ന് പറഞ്ഞാൽ ആസ് ദ നെയിം ഇൻഡിക്കേറ്റ്സ് ഇറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ടു ഇക്വിറ്റി ഷെയർസ്, കൻ നോട്ട് ബി കൺവേർട്ടഡ്. സെക്യൂർഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് സെക്യൂർഡ് ഓൺ ദ അസറ്റ്സ് ഓഫ് ദ കമ്പനി, ഇവിടെ സെക്യൂരിറ്റി ഇല്ല. പിന്നെ ഈസിലി ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നതാണ് ഈ ടൈപ്പ് വരുന്നത്. ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സഡ് ടൈപ്പും ഉണ്ടാവും, ഫ്ലോട്ടിംഗ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ചെയ്യുന്നതും ഉണ്ട്. ദീസ് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡിബഞ്ചേഴ്സ്. ഓക്കെ, പിന്നെ അതുപോലെ നമ്മുടെ ഇതിൽ വരുന്ന ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെന്റിൽ വരുന്ന ഒരു കാര്യമാണ് G-Secs, ഗവൺമെന്റ് സെക്യൂരിറ്റി. ഗവൺമെന്റ് സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞാൽ അതൊരു ലോങ് ടേം ഡെറ്റ് ആണ് ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യുന്നത്. യൂഷ്വലി അതിന്റെ റിസ്ക് എന്താണ്? റിസ്ക് വളരെ കുറവാണ്. അതിനെ ഗിൽറ്റ് എഡ്ജ് സെക്യൂരിറ്റി എന്ന് പറയും. കാര്യം എന്താന്ന് വെച്ചാൽ അതിന്റെ റിസ്ക് കുറവാണ് ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യുന്നത് കൊണ്ട് തന്നെ. ഓക്കെ, പിന്നെ അതിന്റെ മെയിൻ ഫീച്ചർ എന്ന് പറഞ്ഞാൽ തന്നെ അതിന് ഫിക്സഡ് റിട്ടേൺസ് ഉണ്ടാവും, ലിക്വിഡിറ്റി, അതായത് ഈസിലി നമുക്ക് ബോട്ട് ആൻഡ് സോൾഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഒരു ഗ്യാരണ്ടി ഉണ്ട്, ആര് ഇഷ്യൂ ചെയ്യുന്നുണ്ട്? ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. Now we have seen capital market instruments. So financial market instrument we have already seen money market instruments and capital market instruments. Now let's move to derivative market instruments. റിസ്ക് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ഡെറിവേറ്റീവ് മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ്. അതിൽ മെയിൻ ആയിട്ട് വരുന്ന 4 കാര്യങ്ങളാണുള്ളത്. സോ ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ ദ ഡിറൈവ് വാല്യൂ ഫ്രം അണ്ടർലൈങ് അസറ്റ്. അതിന് സ്വന്തമായിട്ട് ഒരു വാല്യൂ ഇല്ല, ഒരിക്കലും ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള വാല്യൂ ഇല്ലാത്ത ഒരു ഇൻസ്ട്രുമെന്റ് ആണ് എന്ത്? ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. ഇത് എപ്പോഴും ഡിപ്പെൻഡന്റ് ആയിരിക്കും, ഒരാളുടെ വാല്യൂവിനനുസരിച്ച് മാറി മറിയുന്നതാണ് എന്ത്? ഡെറിവേറ്റീവ് ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്നത്. അതിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം, കമോഡിറ്റി ആൻഡ് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്. കമോഡിറ്റി ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ they depend upon the value of another commodity. അത് ഗോൾഡ് ആവാം, വീറ്റ് ആവാം, ആപ്പിൾ ആവാം, ഓറഞ്ച് ആവാം, ഏത് കമോഡിറ്റിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് കമോഡിറ്റി ഡെറിവേറ്റീവ്. ഇപ്പൊ നമ്മൾ ഗോൾഡ് കമോഡിറ്റി ഡെറിവേറ്റീവിൽ ഇൻവെസ്റ്റ് ചെയ്താൽ ഗോൾഡ് പ്രൈസ് മാറുന്നതിനനുസരിച്ച് അത് മാറും. ഗോൾഡ് പ്രൈസ് കൂടുന്നതിനനുസരിച്ച് അതിന്റെ വാല്യൂ കൂടും, കുറയുന്നതിനനുസരിച്ച് അതിന്റെ വാല്യൂ കുറയും. ഇനി ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ അത് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് തന്നെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. സ്റ്റോക്ക്, ബോണ്ട്, ട്രഷറി ബില്ലിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് എന്ത്? ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ്. ഇറ്റ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ദ 4 heads: futures, forwards, options and swaps. First financial derivative is forward. ഫോർവേഡ് എന്ന് പറഞ്ഞാൽ രണ്ട് പാർട്ടികൾ തമ്മിലുള്ള ഒരു എഗ്രിമെന്റ് ആണ് ഫോർവേഡ്. ഒരു ബയ്യറും ഉണ്ടാവും, ഒരു സെല്ലറും ഉണ്ടാവും. It is an agreement between two parties to purchase or sell something at a later date on a price agreed upon today. For example, ഒരു ബയ്യർ പറയുന്നു, ഞാൻ ഇത്ര എമൗണ്ട് ഓഫ് സാധനങ്ങൾ അല്ലെങ്കിൽ ഇത്ര ഷെയർ എന്ത് ചെയ്യും, ഇന്ന ദിവസം ഇന്ന സമയത്ത് ഇത്ര പ്രൈസിന് ഞാനത് ബൈ ചെയ്യുമെന്ന് ബയർ എന്ത് ചെയ്യുന്നു? സെല്ലർ അടുത്ത് പറയുന്നു. ഇതാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫോർവേഡ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ യൂഷ്വലി ഈ ഫോർവേഡ്സ് നടത്തുന്നത്, ഈ എഗ്രിമെന്റ്സ് നടത്തുന്നത് സ്റ്റോക്ക് മാർക്കറ്റിലൂടെയല്ല, ഓവർ ദ കൗണ്ടർ ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫോർവേഡ്സ് നടത്തുന്നത്. അത് സ്റ്റാൻഡേർഡൈസ്ഡ് അല്ല, കസ്റ്റമൈസ്ഡ് ആണ്. ഓരോ ബയറിന്റെ സെല്ലറിന്റെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കത് മാറ്റാൻ പറ്റും. നേരെ മറിച്ച് ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ ഫോർവേഡ്സ് തന്നെയാണ്, പക്ഷെ അത് സ്റ്റാൻഡേർഡൈസ്ഡ് എഗ്രിമെന്റ് ആണ്. ദീസ് ആർ ഡൺ ത്രൂ സ്റ്റോക്ക് മാർക്കറ്റ്. സ്റ്റാൻഡേർഡൈസ്ഡ് ഫോർവേഡ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ ദീസ് ആർ ഓൾസോ കോൺട്രാക്ട് ബിറ്റ്വീൻ ടു പാർട്ടീസ് where the holder of the party has the right but not the obligation to buy or sell something. അതായത് ഇവിടെ നമ്മൾ പറയുന്നു, ഈ ബി പറയുന്നു, ബയർ എന്ത് പറയുന്നു? സെല്ലറിന്റെ അടുത്ത് പറയുന്നു, ഞാൻ 3 മാസം കഴിഞ്ഞാൽ 100 കിലോ ഓറഞ്ച് ഇത്ര രൂപയ്ക്ക് വാങ്ങാമെന്ന് പറയുന്നു. അപ്പൊ ബയ്യർ ആ 3 മാസം കഴിഞ്ഞാൽ പറഞ്ഞ ഡേറ്റിന് വാങ്ങിയേ പറ്റൂ. സെല്ലർ എന്ത് ചെയ്തേ പറ്റുള്ളൂ? ആ 3 മാസം കഴിഞ്ഞ് ആ ഓറഞ്ച് കൊടുത്തേ പറ്റൂ. പക്ഷെ ഇവിടെ ഓപ്ഷൻസിന്റെ കേസിൽ ഇറ്റ് ഗിവ്സ് ദ ഹോൾഡർ ഓഫ് ദ പാർട്ടി ദ റൈറ്റ്. അയാൾക്ക് വാങ്ങാനും അവകാശമുണ്ട്, വാങ്ങാതിരിക്കാനുള്ള അവകാശമുണ്ട്. ബട്ട് നോട്ട് ദ ഒബ്ലിഗേഷൻ. ഇവിടെ നിർബന്ധം ഇല്ല. നേരെ മറിച്ച് ഇവിടെ വരുന്ന ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ദേ ആർ ഒബ്ലിഗ്, അവരുടെ റെസ്പോൺസിബിലിറ്റി ആണ് അത് വാങ്ങേണ്ടത്.
ഇവരുടെ റെസ്പോൺസിബിലിറ്റി അല്ല അത് വാങ്ങേണ്ടത്. പിന്നെ ദോസ് ഹു എക്വയർ ദ റൈറ്റ് ഇസ് നോൺ ആസ് ഓപ്ഷൻ ബയർ, സെൽ ചെയ്യുന്നതാണ് ഓപ്ഷൻ സെല്ലർ എന്ന് പറയുന്നു. ഇതും എന്തിലൂടെയാണ് നടക്കുന്നത്? ഇതും സ്റ്റോക്ക് മാർക്കറ്റിലൂടെയാണ് നടക്കുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഡെറിവേറ്റീവ് ഇൻസ്ട്രുമെന്റ് സ്വാപ്സ്. സ്വാപ്സ് എന്ന് പറഞ്ഞാൽ ഒരു എക്സ്ചേഞ്ച് ആണ്. ഫിനാൻഷ്യൽ എക്സ്ചേഞ്ചിനെയാണ് സ്വാപ്സ് എന്ന് പറയുന്നത്. ബേസിക്കലി ഇൻട്രസ്റ്റ് റേറ്റ് സ്വാപ്സ് ഉണ്ട്, ഇൻട്രസ്റ്റ് റേറ്റ് എക്സ്ചേഞ്ച് വേണ്ടിയിട്ട്. കറൻസി സ്വാപ്സ് ഉണ്ട്, അതായത് ഒരു കൺട്രിയിലുള്ള കറൻസി മറ്റേ കൺട്രിയിലുള്ള കറൻസി തമ്മിലുള്ള എക്സ്ചേഞ്ച് ചെയ്യാനുള്ള കറൻസി സ്വാപ്സ് ഉണ്ട്. അപ്പൊ ബേസിക്കലി എക്സ്ചേഞ്ച് ഓഫ് ക്യാഷ് ഫ്ലോസ് അല്ലെങ്കിൽ ലൈബിലിറ്റീസിനെ വിളിക്കുന്നതാണ് സ്വാപ്സ് എന്ന്. So these are the different types of financial instruments. Once again, we will see the summary. Money market instruments നമുക്ക് ഒരു 5 or 6 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. Capital market instruments can again be divided into 5. Derivative market instrumentsനെ രണ്ടായിട്ട് ബേസിക് ക്ലാസിഫിക്കേഷൻ ഉണ്ട്, ഫിനാൻഷ്യൽ ആൻഡ് കമ്മോഡിറ്റി ഡെറിവേറ്റീവ്. അതിൽ ഇമ്പോർട്ടന്റ് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ് ആണ്. ആസ് വി ആർ സ്റ്റേയിങ് ഫിനാൻഷ്യൽ മാർക്കറ്റ്, ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സിനെ എന്തായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും? 4 ആയിട്ട് ഡിവൈഡ് ചെയ്യാം: ഫോർവേഡ്, ഫ്യൂച്ചേഴ്സ്, ഓപ്ഷൻസ് ആൻഡ് സ്വാപ്സ്. So this is a summary of financial market instruments. Now let's see global financial market instruments. ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ അകത്തും വരുന്നത്. ഗ്ലോബൽ ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൺട്രി വൈസ് ക്രോസ് ബോർഡർ ആയിട്ട് ട്രാൻസാക്ഷൻസ് നടത്തുമ്പോഴാണ് ഗ്ലോബൽ ഫൈനാൻഷ്യൽ മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ് വരുന്നത്. അതിനെ we can classify under 5 heads. First one is money market instruments. We have already seen right now treasury bill, commercial paper, certificate of deposit, call money, പിന്നെ commercial bill, റിപ്പോ, ഇതൊക്കെ എന്താണ്? മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ് ആണ്. Debt based instruments we have already seen bonds and debentures. Equity based instruments we have already seen equity share, preference shares and depository receipt. ഇതൊക്കെ ഇതിനെ ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ് ആയിട്ട് നമുക്ക് വിളിക്കാം. 2 ഹെഡിലാക്കി തന്നേ ഉള്ളൂ. പിന്നെ ഡെറിവേറ്റീവ് ഇൻസ്ട്രുമെന്റ്സിനെ നമുക്ക് ബേസിക് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ് ഇൻസ്ട്രുമെന്റ്സ് 4 ആയിട്ട് ഡിവൈഡ് ചെയ്യാം: ഫോർവേഡ്സ്, ഫ്യൂച്ചേഴ്സ്, ഓപ്ഷൻസ് ആൻഡ് സ്വാപ്സ്. ഇതിൻ്റെ അകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാത്തത് ഡെപ്പോസിറ്ററി റെസീറ്റ് മാത്രമേ ഉള്ളൂ. Now we'll see what is depository receipt. അതുപോലെ തന്നെ 5ാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് എന്ത്? ഫോറക്സ് ഇൻസ്ട്രുമെന്റ്. That we'll discuss that also. So depository receipt എന്ന് പറഞ്ഞാൽ whenever ഒരു കമ്പനിക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷനോ ഒരാൾക്കോ ഫോറിൻ വഴി ഫോറിൻ മാർക്കറ്റിൽ നിന്ന് ക്യാപിറ്റൽ റേസ് ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്ത്? ഡെപ്പോസിറ്ററി റെസീറ്റ്. ഇറ്റ് ആക്ട് ആസ് എ സോഴ്സ് ഓഫ് റേസിംഗ് ഫോറിൻ ക്യാപിറ്റൽ. അതായത് ഫോറിൻ കൺട്രീസിലെ ഷെയർസ് ഹോൾഡ് ചെയ്യാനുള്ള, അത് അവിടെ ഷെയർ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാനുള്ള ഒക്കെ ഒരു ഓപ്പർച്യൂണിറ്റി ഡെപ്പോസിറ്ററി റെസീറ്റ് കൊടുക്കും. ഇറ്റ് ഈസ് എൻ ഇൻസ്ട്രുമെന്റ് issued by a bank that represents share in foreign public company which allows investors to trade local markets. അതായത് ഏതെങ്കിലും കമ്പനീസിൽ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഫോറിൻ കമ്പനീസിൽ നിന്ന് അല്ലെങ്കിൽ ഫോറിൻ കൺട്രീസിൽ നിന്ന് ക്യാപിറ്റൽ റേസ് ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ആണ് എന്ത്? ഡെപ്പോസിറ്ററി റെസീറ്റ്. 2 ടൈപ്പ് ഉണ്ട്. ബേസിക്കലി 2 ടൈപ്പ് ഉണ്ട്, ഒരുപാട് ടൈപ്പ് ഉണ്ട്. ബേസിക് ക്ലാസിഫിക്കേഷൻ ADR എന്ന് പറഞ്ഞാൽ അമേരിക്കൻ ഡെപ്പോസിറ്ററി റെസീറ്റ്. അമേരിക്കയിൽ നിന്നിട്ട് അമേരിക്കൻ കൺട്രിയിൽ നിന്നിട്ട് ക്യാപിറ്റൽ റേസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ADR. GDR എന്ന് പറഞ്ഞാൽ ഗ്ലോബൽ ഡെപ്പോസിറ്ററി റെസീറ്റ്. ഇതെന്ന് പറഞ്ഞാൽ നോൺ അമേരിക്കൻ കൺട്രീസിൽ നിന്ന് ക്യാപിറ്റൽ റേസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് GDR എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് കൈൻഡ് ഓഫ് global financial instrument is forex instrument, foreign exchange instruments, foreign exchange market. They can be divided into 4. Spot foreign exchange, അതായത് ഇമ്മീഡിയറ്റ്ലി നമുക്ക് ഒരു എമൗണ്ടിൽ എന്ത് ചെയ്യുക? കറൻസി എക്സ്ചേഞ്ച് ചെയ്യുന്നതാണ് സ്പോട്ട് ഫോറിൻ എക്സ്ചേഞ്ച്, പെട്ടെന്ന് തന്നെ. ഔട്ട്റൈറ്റ് ഫോർവേഡ്സ് എന്ന് പറഞ്ഞാൽ ആക്ച്വൽ എക്സ്ചേഞ്ച് ഓഫ് കറൻസി ഒക്കേർഡ് ഓൺ എ ഫ്യൂച്ചർ ഡേറ്റ്. നമ്മൾ ഇന്ന് തീരുമാനിച്ച എക്സ്ചേഞ്ച് റേറ്റിൽ ഭാവിയിൽ എക്സ്ചേഞ്ച് നടത്തുന്നവരാണ് എന്ത് പറയുന്നത്? ഔട്ട്റൈറ്റ് ഫോർവേഡ് എന്ന് പറയുന്നത്. ഇനി കറൻസി ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്നത്, വി ഹാവ് ഓൾറെഡി സീൻ. ഫോർവേഡ്സ് എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ് ഇൻസ്ട്രുമെന്റിൽ നമ്മൾ കസ്റ്റമൈസ് ചെയ്യുന്നത്, സ്റ്റോക്ക് മാർക്കറ്റിന്റെ പുറത്ത് നടക്കുന്നതാണ് ഫോർവേഡ്സ് എന്ന് പറയുന്നത്.
ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? അത് സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ നടത്തുന്നത്, സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ നടത്തുന്നതാണ് ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്നത്. കറൻസി സ്വാപ്സ് എന്ന് പറഞ്ഞാൽ എക്സ്ചേഞ്ച്, സ്വാപ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പഠിച്ചു, എക്സ്ചേഞ്ച് ചെയ്യാനുള്ള സാധനമാണ് സ്വാപ്സ്. അപ്പൊ എഗ്രിമെന്റ് ടു എക്സ്ചേഞ്ച് പ്രിൻസിപ്പൽ ആൻഡ് ഇൻട്രസ്റ്റ് പേയ്മെന്റ് ഇൻ ഡിഫറെന്റ് കൺട്രീസ്. അതായത് നമ്മൾ ഒരു കറൻസിയിലാണ് പ്രിൻസിപ്പൽ പേ ചെയ്യുന്നത്, വേറൊരു കറൻസിയിലാണ് ഇൻട്രസ്റ്റ് പേ ചെയ്യുന്നതൊക്കെ എങ്കിൽ അത് എക്സ്ചേഞ്ച് ചെയ്യാനുള്ള ഒരു സാധനമാണ് എന്ത്? കറൻസി സ്വാപ്സ് എന്ന് പറയുന്നത്. So these are the different kinds of global financial market instruments. ഇത് ക്ലാസിഫിക്കേഷൻ ഒരു സമ്മറിയാണ്. എക്സ്പ്ലെയിൻ ചെയ്യാത്തത് we have already seen all such things. Our main classification വരുന്നത് money market instrument, debt based instruments, equity based instruments, derivative instruments and forex instruments. So in this part we have seen basically financial instruments, different financial instruments and global financial instruments. Actually ഇത് രണ്ടും overlapping ആണ്. Still you need to study it out. Okay, so this is all about module 1.